ഗൈസ് നമ്മളിത് അവിടെ നിലവിൽ നെതർലാൻഡിൽ റോത്തർഡാമിലാണുള്ളത്. റോത്തർഡാമിലെ രാത്രിയത്തെ കാഴ്ചയാണ് ഈ വ്ളോഗ് കാണിക്കാൻ പോകുന്നത്. ബാക്കി എന്തായാലും നമുക്ക് വ്ളോഗിൽ കാണാം. ഓക്കെ, റോത്തർഡാം നെതർലാൻഡിലെ കാഴ്ചകൾ. വാവ്, കട്ട. ഈ പാലം കഴിഞ്ഞ് വേണം നമുക്ക് നമ്മുടെ സ്പോട്ടുകളിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ കപ്പൽ ഇതാ ഇവിടെയുണ്ട്. എടാ നമ്മൾ നടക്കുന്ന വഴി തിളങ്ങണ നോക്ക്. ടൺ. പാലം കൊള്ളാട്ടോ. ഏതാ പാലം? ഈ പാലം വേറെ കപ്പൽ പോകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തുറക്കൊക്കെ ചെയ്യും. നൈസാ. ഞാൻ ഒരു പ്രാവശ്യം എങ്ങാനും കണ്ടിട്ടുണ്ട്. നൈസാ. അന്ന് പിന്നെ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് ആ വണ്ടിയെല്ലാം നിർത്തിച്ച് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഗൈസ് കപ്പൽ നോക്ക്. വാവ്, എന്തല്ലേ നമ്മുടെ കപ്പൽ ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്നു. കൊള്ളാം. നൈറ്റ് കാണാൻ സംഭവം നല്ല രസമാണ്. നല്ല തണുപ്പുണ്ട്. ഈ പാലത്തിലാണെങ്കിൽ നല്ല കാറ്റും. എത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, മൈക്കില്ലാത്തത് കൊണ്ട്. പക്ഷേ നൈസാണ്. ഏകദേശം ഇപ്പോൾ സമയം 11 മണിയാണ്. കൊള്ളാം. 11 മണി ആണെങ്കിലും ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മെല്ലെ വാവ്, ഇവിടെ ക്രിസ്മസ് ആയി തോന്നുന്നു പെട്ടെന്ന്. കൊള്ളാല്ലേ, സ്റ്റാറുകളുണ്ട്. ഇതൊക്കെ ആരാ? ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഷോപ്പിലെത്തിയിരിക്കുന്നു. റോട്ടർഡാമിൽ ഈ കാണുന്നതാണ് റേറ്റുകൾ. ഏത് വേണമെങ്കിലും ഏത് തരത്തിലും എങ്ങനെ വേണമെങ്കിലും കട്ടാവാതെ. വാവ്, ഇവിടെ മൊത്തം പ്രീ റോളാണ്. പ്രീ റോള് സാധനങ്ങൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കിട്ടത്തില്ല. കൊള്ളാം. ഏതാ സാധനം? ഒരു ഷോപ്പ് നാട്ടിൽ തുടങ്ങിയാലോ? എന്താ സ്ഥിതി? വാവ്, അങ്ങനെ സാധനം കിട്ടി. ATM കൗണ്ടർ ഉണ്ട് പൈസ ഇല്ലാത്തവർക്ക്. ഗൈസ് എന്തായാലും നമ്മൾ ഈ സാധനം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ നിന്ന് വാങ്ങിയ ഒരാളുടെ അടുത്ത് നിന്ന് താൽക്കാലികമായിട്ട് ഒന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്താണ്. എന്തായാലും കൊള്ളാം. ഗൈസ് സാധനം കിട്ടിയുണ്ട്. ഇവരുടെ കുറച്ച് നേരം നമ്മൾ ഇവരോട് ചോദിച്ച്, അങ്ങനെ ഇവർ തരില്ല. പിന്നെ നമ്മൾ ചോദിച്ച് കൊണ്ട് ഒരു സാധനം നമ്മൾ കാണിച്ചു തന്ന്. താങ്ക് യു സോ മച്ച്. നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഷാമ്പെയിന് 2 പെഗ് അതൊക്കെ മതി. ഈ ഒരു രീതി തന്നെ പോയാൽ മതി എന്നല്ലേ? അപ്പോൾ ഉഷാറായിട്ട് പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ട് കിട്ടട്ടെ. പെട്ടെന്നാവോ? അങ്ങനെ നമുക്ക് ഗസ്റ്റ് ഗിഫ്റ്റ് ചെയ്ത ഷാമ്പെയിൻ. ഇതിന് വേറൊരു കാര്യം പറഞ്ഞാൽ ശംഭാഗിനി അല്ലേ? തെറിക്കോ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. എന്നാ ടേസ്റ്റ് നോക്കാം. കൊള്ളാം, നൈസാട്ടോ. ഗൈസ് അങ്ങനെ സിബിൻ പറഞ്ഞ പോലെ നമ്മൾ പമ്പിലെത്തി. പബ്ബിന് വരെ ഒരുത്തം പറഞ്ഞതാ പമ്പ്. എൻ്റെ മോനെ, നമ്മളിതപ്പോൾ ഒരു പബ്ബിൽ ചുമ്മാ ചില്ലി ഇറങ്ങി. ഗൈസ് ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു ബിയറിന് 8 യൂറോ. ഒരു ബിയറിന് 8 യൂറോ. എടാ ഗൈസ് മുള്ളാമുട്ടി ടോയ്ലറ്റിലോട്ട് വന്നപ്പോൾ ടോയ്ലറ്റ് ഒരേ വൈബ്. വാവ്, ഏതാ സാധനം? സാധനം ഇത് പറ. മറ്റേ ടിഷ്യൂ വെക്കുന്നതായിരിക്കും.
കൊള്ളാല്ലേ ഏതായി ടോയ്ലറ്റ് ഒരു വൈബ്. ടോയ്ലറ്റിൽ തന്നെ മെഷീനുണ്ട്. ഇതൊക്കെ സാറ് നോക്കി ടോയ്ലറ്റിൽ തന്നെ മെഷീനുണ്ട്. ഏതാ മിഠായി വേണ്ടേ? ടോയ്ലറ്റിന്റെ ഉള്ളിലെ വൈബും കൊള്ളാം കേട്ടോ. കൊള്ളാം. ഏതൊക്കെ ഫ്ലോറിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങിയതാ ഇവര് കേറി 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 മുകളിൽ വരെ കാണുന്നില്ല. ഏതല്ലേ ഗൈസ്. അങ്ങനെ വിഷ്ണുവേട്ടനൊരു ആഗ്രഹം ഇതുമ്മ കയറാൻ. വിഷ്ണു ഇതാ ഇതിന്റെ ഏറ്റവും മുകളിൽ. എടാ ഇതിന്റെ മുകളിലോട്ട് കമ്പില്ല കേട്ടോ. പക്ഷെ എന്തായാലും കൊള്ളാട്ടോ. റോട്ടർഡാം മേക്ക് ഇറ്റ് ഹാപ്പൻ. തൽക്കാലം നമ്മളിത് അവിടെ ഒരു പിസയാ പറഞ്ഞേ, പക്ഷേ ഇത് കബാബ് റോളാന്ന് തോന്നില്ല വിഷ്ണുട്ടാ. ചൂടുണ്ട്. ഓ ചൂടുണ്ട്. കടിച്ചോ കടിച്ചോ. രണ്ടാമത്തെ എടുത്തുണ്ട്. രണ്ടാമത്തെ ഒന്നും പറയാനില്ല. ഫസ്റ്റത്തെ കഴിച്ചിട്ട് തന്നെ പോളപ്പ സാധനം റോത്തഡാമെന്ന്. സ്റ്റഫിങ് ഓക്കെ. ഏതാ സ്റ്റഫിങ്? എന്റെ പൊന്നോ. കൊട്ട് കൊട്ട് കൊട്ട്. രണ്ടാമത്തെയാണ് പക്ഷെ സാധനം ഒന്നും പറയാം. ഇതെങ്ങനെയുണ്ട് അമ്മാരെ? സാരെങ്ങനെയുണ്ട് പറ. അമ്മാര് ടേസ്റ്റ് കൊണ്ടാണോ ചൂട് കൊണ്ടാണോ ഒന്നും പറയാനുള്ള. 250 റുപ്യ കേട്ടോ ഒരു കുപ്പി വെള്ളത്തിന്. എന്തായാലും കുഴപ്പമില്ല. കഴിച്ച ഫുഡ് സ്പാ ഓക്കെ. 250. താങ്ക് യു ഗൈസ്. താങ്ക് യു. ചിയേഴ്സ്. നൈസ് ഗൈസ്. നമ്മളിതാ നമ്മുടെ കപ്പലിലെ 3 സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇതാ സാന്ദ്ര റോസ് നിൽക്കുന്നു, ഇതാ ഇശാല് നിൽക്കുന്നു, ഇതേതോ ശ്രുതിയാ. ശ്രുതി കപ്പല് നീയും പോരാ. ഗൈസ് അവസാനം ഞങ്ങളിതാ ടെർമിനലിലെത്തിയിരിക്കുന്നു. ടെർമിനലിലെത്തി. നമ്മളെല്ലാവരും സേഫാണ് സേഫാണ് സേഫാണ്. വേറെ 2 പേര് കൂടി ഉണ്ട് കുറച്ച് മുമ്പിലാണ്. ഗൈസ് അപ്പോൾ ഇന്നത്തെ നെതർലാൻഡിലെ റോട്ടർഡാമിലെ വീഡിയോ അവിടെ എത്തിയിരിക്കുന്നു. അടുത്തൊരു വ്ലോഗുമായി അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. വീണ്ടും പെട്ടെന്ന് തന്നെ എത്തിയിരിക്കുന്നു. എവിടെയെങ്കിലും വെച്ച് കാണാതൊക്കെ.